ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമായി നടത്തണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിച്ചത്. SIRലെ ചില നിബന്ധനകൾ പ്രായപൂർത്തിയ വോട്ടവകാശത്തെ ഹനിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് പ്രമേയം പാസാക്കിയത്. അതേസമയം പ്രമേയത്തിലുള്ള എതിർപ്പ് BJP നേതാക്കൾ മാധ്യമങ്ങളോട് രേഖപ്പെടുത്തി. ഭരണ സംവിധാനത്തിന്റെ പരമമായ ഉത്തരവാദിത്തം ജനങ്ങളോടാണെന്നും ഈ തത്വം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും മുഖ്യമന്ത്രിയോട് പറയുന്നതിനായി മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്ററിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റവന്യൂ മന്ത്രി K. രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഒക്ടോബർ 14 വരെ പേര് ചേർക്കാം. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർമാർക്കും പുതുതായി പേര് ചേർത്തവർക്കും സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകും. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 25-ന് പ്രസിദ്ധീകരിക്കും. ആരോഗ്യരംഗത്ത് വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെ മാതൃകയായ സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ പരിശീലന ക്യാമ്പയിൻ ഹൃദയപൂർവ്വം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഹൃദയപൂർവ്വത്തിന്റെ ഭാഗമായി 15,616 പേർക്ക് പരിശീലനം നൽകിയതായി മന്ത്രി വീണ ജോർജ്. എല്ലാ ജില്ലകളിലുമായി 242 കേന്ദ്രങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. തുടർന്നും പരിശീലനം ഉണ്ടായിരിക്കുന്നതാണെന്ന് മന്ത്രി അറിയിച്ചു. മലപ്പുറം വണ്ടൂരിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. ഉത്തർപ്രദേശ് സ്വദേശികളായ ഇവർ നാട്ടിൽ പോയി മടങ്ങിയെത്തിയ ശേഷമാണ് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യ പ്രവർത്തകർ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. രോഗബാധ നിലനിൽക്കുന്ന പ്രദേശത്തെ കുടിവെള്ള ടാങ്കുകൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവിടങ്ങളിലും പരിശോധന നടന്നു. കോഴിക്കോട് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം സ്വദേശിയായ 78-കാരനും കോഴിക്കോട് സ്വദേശിയായ 6 വയസ്സുള്ള കുട്ടിക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന ശുചിത്വോത്സവത്തിന്റെ ഭാഗമായി കോട്ടയം കളക്ടറേറ്റിൽ ജീവനക്കാർ ശുചിത്വ പ്രതിജ്ഞയെടുത്തു. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ നേതൃത്വം നൽകി. സപ്ലൈകോയുടെ എല്ലാ വിൽപ്പനശാലകളും നാളെയും മറ്റന്നാളും തുറന്ന് പ്രവർത്തിക്കും. മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു. 2026 വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിച്ച വെയിറ്റിംഗ് ലിസ്റ്റ് ക്രമ നമ്പർ 1 മുതൽ 3791 വരെയുള്ളവർക്ക് ഹജ്ജിന് അവസരം ലഭിച്ചു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒക്ടോബർ 11-നകം ഒരാൾക്ക് 1,52,300 രൂപ എന്ന നിരക്കിൽ ആദ്യ ഗഡു തുക അടയ്ക്കണം. നവരാത്രിയുടെ 7ാം ദിവസമായ മഹാസപ്തമി ഇന്ന്. ഗ്രന്ഥങ്ങളും പഠനോപകരണങ്ങളും പൂജ വയ്ക്കുന്ന ചടങ്ങിന് ഇന്ന് വൈകിട്ട് തുടക്കമായി. നാളെയാണ് ദുർഗാഷ്ടമി. ബുധനാഴ്ച മഹാനവമിക്ക് ശേഷം വ്യാഴാഴ്ച വിജയദശമി നാളിൽ പൂജയെടുപ്പ് നടക്കും. നാളെ കേരളത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോഷക മാസാചരണത്തോടനുബന്ധിച്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കോഴിക്കോട് മുക്കത്ത് അംഗനവാടി പ്രവർത്തകർക്കായി പോഷകാഹാര പാചക മത്സരവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദി പഠനം ഭാരതത്തെ സമഗ്രതയിൽ അറിയുവാൻ സഹായകമാകുമെന്ന് മുൻ മന്ത്രി രമേശ് ചെന്നിത്തല. ഹിന്ദി പക്ഷാചരണ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി കേരള ഹിന്ദി പ്രചാര സഭയിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ അടുത്ത മാസം 17-ന് പുനഃസ്ഥാപിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇതിനാവശ്യമായ താന്ത്രിക അനുമതിയും ഹൈക്കോടതി ഉത്തരവും ലഭിച്ചതോടെയാണ് പാളികൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരം നഗരത്തിലെ ആമയിഴഞ്ചാൻ തോടിൽ മാലിന്യ നിക്ഷേപം തടയുന്നതിന് തോട് പൂർണ്ണമായും മറയ്ക്കുന്ന രീതിയിൽ കമാനവേലി സ്ഥാപിക്കുന്ന ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. ജില്ലാ കളക്ടർ വിളിച്ച വിവിധ വകുപ്പ് അധ്യക്ഷന്മാരുടെ യോഗത്തിലാണ് തീരുമാനം. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നത്. കേരളത്തിലെ സിനിമാ വ്യവസായത്തിന് വഴിത്തിരിവാകുന്ന ഏകീകൃത ടിക്കറ്റിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനുള്ള നിർണായക ധാരണാപത്രം ഒപ്പുവച്ചു. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും തമ്മിലാണ് കരാർ ഒപ്പിട്ടത്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിന് സംസ്ഥാന സർക്കാർ ശനിയാഴ്ച തിരുവനന്തപുരത്ത് ആദരം നൽകും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം നടക്കുന്ന അനുമോദന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീ മോഹൻലാലിനെ ആദരിക്കും. മലയാളം വാനോളം ലാൽസലാം എന്ന് പേരിട്ടിരിക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.